അമ്മ നേരത്തെ എണീറ്റെന്ന് പറഞ്ഞാൽ അവള് അങ്ങനെയാ. സമയം ഒത്തിരി പോവള്ളേ. സമയം എത്ര കളയാൻ മിടിക്കുക ഈ പന്നക്കൊച്ച് അല്ലേടി ഉമ്മ. പോയിട്ട് വാ സുന്ദരി മക്കാളി കുഞ്ഞ്. താഴിട്ടേക്ക് എടുത്തോളാം. ആ അമ്മ നാളെ പോത്തുള്ളൂ. പോയിട്ട് വാ പോയിട്ട് വാ. ശ്യാമളമ്മക്ക് ഒരു ദിവസമൊക്കെ ചേച്ചാച്ചനടുത്ത് പോയില്ല. നാരായണിയെ വിട്ടു കഴിയുമ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു. അമ്മേ എന്നതാ അമ്മേ ആ വല അമ്മ മാത്രമേ ഉള്ളല്ലോ വല എടുക്കുമ്പോഴേക്ക് താഴെ പോകുന്നത്. അത് ശ്രദ്ധയില്ല നടന്നിട്ടാ. ദൈവമേ അത് പിടിച്ചേ. വേണ്ട ഞാനേ അടുപ്പൊരു സാധനം ഇരിപ്പുണ്ട്. പിടിച്ചോണ്ട് പോയി കഴിയുമ്പോൾ എനിക്ക് ആ കഥയൊക്കെ പറഞ്ഞിട്ടേ വീഡിയോ ഉണ്ടാക്കാമല്ലോ. അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഉള്ള കാര്യം പറയാമല്ലോ. അന്നേരം ഞാൻ ഉള്ള കാര്യം എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു വന്നിട്ട് കേസും കാണാം. അപ്പോൾ അവക്കിട്ട് കിട്ടിക്കോളും പണി. രാവിലെ മോട്ടറൊന്ന് ശരിയാക്കാൻ പുറത്ത് പോയ കുളമൊക്കെ ഒന്നും നടന്നില്ല, സമയം പോയി. ആ ഓക്കെ ഓക്കെ. ഇതിലേ പോവാം, അങ്ങോട്ട് പോവാം. ആ ഇന്നലെ കേബിൾ ഇടുമായിരുന്നു. കേബിൾ കേബിൾ. ആ കേബിൾ കുറേ കേബിൾ ഉണ്ടായിരുന്നു. ആ ഇന്നലെ എപ്പോഴാണ് തീർന്നത്? ഓ അങ്ങനെ പറ്റും. എന്തിയാ എടുക്കാം വിളിച്ചു ചോദിച്ച്. കെട്ട് ഇടിഞ്ഞില്ലല്ലേ അത് കാണിച്ചു വെച്ചിരിക്കുന്ന പിറപ്പ് ഗെയ്തയില്ലാതെ കെട്ടിയിട്ട് മഴയുണ്ടെന്ന് തോന്നുന്നു. നീ കഷ്ടപ്പെട്ട് കിടക്കണ്ട, നീ കൊച്ചിനെ വിളിക്കാൻ പോകുന്ന വേണ്ട, ഞാൻ പൊക്കോളാം. എന്റെ പൊന്ന് തലവേദന എടുത്തിട്ട് കിടന്ന് അതും കിടക്കാൻ പാടില്ലേ? ഇല്ല പാടില്ല. കെട്ടിക്കോ. സ്കൂളിൽ പോയിട്ട് പഠിച്ചില്ലേ? അങ്ങനെ പഠിക്കാഞ്ഞേ? ചുമ്മാ ഇരുന്നോ? അനാഥ ചോറുണ്ടു.
ചോറും ഉണ്ട്, വെള്ളവും ചോറ് കറി സോയാബോള്. എന്താ എന്താ ചുമ്മാ അങ്ങോട്ട് കാറിക്കോളൂ. ഷൂ ഇവിടാണോ കൊണ്ടുവെക്കുന്നത് ശാപവി? ഇറങ്ങാറായപ്പോൾ കിടക്കം മഴ. സൂപ്പർ മഴയാണ്. പിടിച്ചോ അതിനെ ആരെ പിടിക്കാൻ കയറി. നീ അപ്പുറത്തോടെ പോയി കയറിയാ, ഞാൻ ഇപ്പുറത്തോടെ കയറിക്കോളാം. ആ പിടിയാ. മഴ വരുന്നുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. വെള്ളം ഇന്നലത്തെ പോലെ പിടിക്കാൻ ശ്രമിക്കാതെ, അല്ലാതെ ഇതിനകത്തൊന്ന് പടുതായിക്കകത്ത് ഇടാണ്ട് പടുത ഇട്ടിട്ടില്ലല്ലോ. പടുതായില്ല, ഇല്ല.
അങ്ങനെ നല്ലൊരു മഴ പെയ്ത് തോർന്നു. പറ്റുന്ന പോലെ വെള്ളമൊക്കെ പിടിച്ചു. മാറിയിരുന്നേ, മാറിയിരുന്നേ, അവിടെ മാറിപ്പോയിരുന്നേ ശാംഭവി. ഏത് കപ്പുറത്ത്? അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വരുന്നേ. ഇവിടെ മാറിയിരുന്നേ, ഇനി ഇങ്ങോട്ട് വരണ്ട, അവിടെ ഇരുന്നാ മതി. കപ്പുറത്തൊന്നും ഇല്ല, നാളെ കൊണ്ടുപോകാനുള്ള സ്കൂളിൽ. പിന്നെ അങ്ങോട്ട് പോയോ? ഇവിടെ മഴയായിരുന്നു തോന്നുന്നു. അവിടെ നിന്നാണ്ട് 1 മണിക്കൂറോളം മഴ പെയ്തു. ആ എവിടെയാ പോയടി? ഇവിടെ ആരും ഇല്ലടി. ജിയൊക്കെ പോയോ? ഓ വേണ്ട. എത്ര നേരം മഴ പെയ്ത്? കിണറ്റി വെള്ളം വരുമോ? 2-3 ദിവസമായില്ലേ ഇപ്പം? ഒരാഴ്ച പെയ്താൽ വരും. ഒരു മുട്ടയ്ക്കകത്ത് 2 ഉണ്ണി. ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ ഇങ്ങനെ. മുട്ടച്ച് വലിയ മുട്ടയായിരുന്നു. 2 ഉണ്ണി ഇരട്ട വേണം. അപ്പൊ പഠിച്ചു പോകുന്നുണ്ടോ അറിയില്ല. അയ്യപ്പോ സുന്ദരി പൊന്നെ, പോയിട്ട് വായോ, വായോ. പട്ടി അവിടെ എല്ലാം തൂറി ഇട്ടേക്കുന്നുണ്ടോ? അപ്പിട്ടോടെ കോഴിയല്ല പട്ടി, കോഴിയല്ല അപ്പി എന്ന് പറ, പട്ടി എന്ന് പറ. പട്ടി അപ്പി ഇട്ടു കേട്ടോ? ബായി അവിടെ ഇരിപ്പുണ്ട് അകത്ത്. അപ്പേ പട്ടി അപ്പി ഇട്ടു മാറ്റി വിടുമേ. അഴിച്ചു വിടാൻ മോനെ ഒരു ദിവസം ഒരു തവണയല്ലേ മോനെ അഴിച്ചു വിടാൻ പറ്റുള്ളൂ. പ്ലീസ് ഇവിടെ ഒരു തവണ അഴിച്ചു വിടും. പിന്നെ അത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, പിന്നെ അമ്മ അഴിച്ചു വിട്ടിട്ട് പോയെന്ന് പറയല്ലേ. അതുകൊണ്ടാ വന്നു. ഇങ്ങോട്ട് വാ, പൊക്കോ. ആ സിംബയാ, ഇനിയിപ്പോൾ അതും പറഞ്ഞോണ്ടിരിക്കും. ഉപദേശിച്ചേക്കണ നാരായണി അവളെ. അതിൻ്റെ അടിയിലൊരു സാധനം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറേ ദിവസം 2 പേര് വേണം അത് പിടിപ്പിക്കണം. എന്നിട്ട് നീ അത് പിടിക്കാൻ പറ്റിയല്ലോ ഇതിനകത്ത്, അത് ശകലം പണി അടച്ചു വെക്കണം.
കൃത്യമായിട്ട് പട്ടീനെ അഴിച്ചു വിടണം. ഒന്ന് തീറ്റ കൊടുക്കുമ്പോൾ അഴിച്ചു വിടണം, അല്ലെങ്കിൽ വൈകിട്ട് അന്നേരം ഇപ്പോൾ തീരാൻ പോയില്ലെങ്കിൽ വൈകിട്ടൊന്നും അഴിച്ചു വിടണം. അതൊന്നും ചെയ്യത്തില്ല. എന്നിട്ട് പട്ടീനെ കുറ്റം പറഞ്ഞാൽ മതി. ആ അല്ല എൻ്റെ വേണ്ട ഇത്. ഒത്തിരി നേരം കഴിഞ്ഞല്ലേ വണ്ടി വന്നേ? അപ്പഴ കൊടുത്തില്ല പൈസ? അപ്പോൾ ബാഗിനകത്തിട്ട് വെള്ളോട്ട് പണിയുന്നുണ്ട്, താഴെ പണിയുന്നില്ല. മഴ പെയ്തുന്ന വെള്ളം മൊത്തം പിടിക്കും നമ്മൾ സാധാരണ എല്ലാ പ്രാവശ്യവും. ഇതിപ്പോൾ മഴ പെയ്ത് വെള്ളം പിടിക്കാൻ പറ്റുന്നില്ല, വെള്ളം വെറുതെ പൊയ്ക്കൊണ്ടിരിക്കുക. അത് പിടിക്കുകയാണെങ്കിൽ ഇപ്പം നിറഞ്ഞേനെ. പണിക്ക് പോകുന്നതുകൊണ്ട് വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ്. അതിപ്പോൾ ഒന്നും ചെയ്യാനില്ല. വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ട്, ഇതിലേ പോകാൻ പറ്റുമോ നോക്കട്ടെ. ശകലം പാടാണല്ലോ. കാറ്റി നല്ല ഒഴുക്കായി, അതുകൊണ്ടിപ്പം അതിലങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ഇച്ചിരി പാടാ. കാല് ഉയ് പൈസ കിട്ടായിരുന്നേ. വേറിങ്ങി പണിക്ക് പോവാ, കുട്ടിക്കാനത്തായിരുന്നു. വണ്ടി ഇവിടെ വരും. ചെയ്യിക്കുന്ന ആളുണ്ട്, കാനപ്പള്ളിയിലുള്ള പുള്ളിയുടെ കൂടെ. അച്ഛൻ പറഞ്ഞോ. തോന്നുന്നല്ല.
വാശി കൊണ്ട് കത്തി പരിപാടി മൊത്തം തിന്നോടി എടുത്തോടി. എന്നതാ കാവി മൊത്തം എടുത്തു തിന്നു. പെട്ടെന്ന് വരാന്നുള്ള ചിന്തയിലേ നമുക്കറിയില്ലല്ലോ. ഫുള്ളെടുത്ത് അതെന്നാ അറിയാ ഞാൻ ഈ വഴുതനങ്ങയും കത്തിരിക്കയും കൂടെ മേൽക്കൂട്ടി വെച്ച് നല്ല മേലോട്ട് വെക്കാൻ പെട്ടെന്ന് സമയം പോയി. പെട്ടെന്ന് പോകാന്നുള്ള ചിന്തയിൽ ഓടിയിട്ട് പെട്ടെന്ന് വരാമല്ലോ. എന്റെ ദേവിയെ എന്താ ചെയ്യാനാന്ന് പറഞ്ഞേ. ആ ഈ കെട്ടിടത്തിലെ പണി കഴിഞ്ഞു. ഇനി ഉണ്ട് പോടനമില്ല, പെയിൻറ്റിങ് കഴിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ പണി നടക്കുന്നത് അവിടെ കാണുന്ന ഈ കെട്ടിടത്തിലാണ്. വയറിങ് സ്വിച്ച് ഒക്കെ പിടിപ്പിക്കുന്നത്. ഇന്നും വൈകുന്നേരമായപ്പോൾ മഴ തന്നെ. ആ കൈ പിടിച്ചേക്ക്. അല്ല ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ബാഗിനകത്തിട്ടാ പോരെ. മഴ പെയ്തില്ലല്ലോ. ഇതിനാ കരഞ്ഞോണ്ട് വരുന്നേ. നിങ്ങൾ അലമ്പുണ്ടാക്കിയോ? ഇല്ല. നിന്നെ തല്ലുവല്ലം ചെയ്തോ? പിടിക്കാണോ? അതിനാട് കൊച്ചിനെ നീ പേടിപ്പിക്കണോ? ഏയ് വെള്ളത്തേടെ സോക്സ് കൂടെ. ഉണ്ണിയൂട്ടിന്റെ പായസം അത്. ഉണ്ണിയൂട്ടിന്റെ പായസം. ഉണ്ണിയൂട്ട് ആരുമല്ല പായസം. ഓക്കെ നല്ലാണോ? അമ്പലത്തിൽ നിന്ന് കിട്ടിയതാ. അമ്പലത്തിൽ നിന്ന് പായസം അമ്പലത്തിൽ നിന്ന് എല്ലാവരും അവിടെ ഉണ്ടാക്കിയതാ. തിരുമേനി തന്നതല്ല, തിരുമേനി നേരിച്ചു തന്നു. ഓക്കെ അങ്ങനല്ല പറഞ്ഞേ. നമുക്ക് വരുന്ന ഇലക്ട്രിക്കൽ അല്ലേ മെയിനായിട്ടും അല്ലേ? കളിയാക്കി.
മനീഷ എവിടെ ആദ്യമൊക്കെ പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ വരുമായിരുന്നു. ഒരു മനുഷ്യനില്ല. ഇവിടെ 340 രൂപ കേട്ടോ. ജയച്ചാച്ചൻ മേടിച്ച 300 എന്നല്ലേ പറഞ്ഞത്.